ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അല്ല, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇലക്ഷന്റെ 45 ദിവസം മുമ്പ് ഒരു പ്രചരണം CPM നടത്തുന്നു, കോൺഗ്രസ് അതിന്റെ ഭാഗമാവുന്നു. കാരണം ബഡ്ജറ്റ് ഒന്ന് കുറച്ചെങ്കിലും പഠിച്ചാൽ, അത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, കേരളത്തിന് എന്തെല്ലാം ആ ബഡ്ജറ്റിൽ കിട്ടി, നരേന്ദ്രമോദിജി സർക്കാർ എന്തെല്ലാം തന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. ഒരു 2-3 ഉദാഹരണം ഞാൻ പറയാം. ടാക്സ് ഡെവല്യൂഷൻ ടു കേരള 38% വർദ്ധിക്കുന്നു, 37,000 കോടി. ഗ്രാന്റ് ഇൻ എയ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് 13,000 കോടിയായിരുന്നു കഴിഞ്ഞ കൊല്ലം, ഒരു 100% വർദ്ധിക്കുന്നു, 26,000 കോടി, 26,500 കോടി. ഇതൊരു 2 ഉദാഹരണമായിട്ട് പറയണം. പിന്നെ ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം, 600 കോടി കൊല്ലം ESI ആശുപത്രിനെ ഒരു ടീച്ചിങ് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ച് അപ്രൂവ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഇവിടുത്തെ CPM സർക്കാർ എസൻഷ്യൽ ഈ സർട്ടിഫിക്കറ്റിനെ ചവിട്ടിവെക്കുന്നു. അപ്പോൾ ആരാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, പദ്ധതികൾ ഉണ്ടാക്കുന്നത്? അത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇനിയിപ്പോ എയിംസ് അതിവേഗ ട്രെയിൻ, ഇതിനെക്കുറിച്ച് ചോദിച്ചു, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹൈസ്പീഡ് പാസഞ്ചർ ട്രെയിൻ, അതിന്റെ DPR തുടങ്ങാൻ ശ്രീ ശ്രീധരൻ സാറിന്റെ കീഴിൽ ഒരു പ്രോജക്റ്റ് DPR ഉണ്ടാക്കാൻ ആ പ്രോസസ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അത് തുടങ്ങുന്നു, അത് കംപ്ലീറ്റ് ആവും. അതിന് 100% പിന്തുണ നരേന്ദ്രമോദിജി സർക്കാർ തരും. ആ DPR എല്ലാം കംപ്ലീറ്റ് ആവണ്ടേ? കംപ്ലീറ്റ് ആയി പഠിച്ച് പരിശോധിച്ച് അതിന്റെ ഉറപ്പ് ഞങ്ങൾ NDA ഇവിടെ ഭരിച്ചാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരുമെന്ന് ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എയിംസ് 2017 പ്രഖ്യാപിച്ചതാണ്, മധുരയിലും കേരളത്തിലും. മധുരൈന്റെ എയിംസ് അത് നടന്നു, അത് ഉണ്ടാക്കി, പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി CPM സർക്കാരിന് വിവാദങ്ങൾ ഉണ്ടാക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്ര തവണ പോയിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യുന്നു. എയിംസിനെ കുറിച്ച് കഴിഞ്ഞ 6 മാസം അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ട്? നിങ്ങൾ അവരോട് ചോദിക്കണം. കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ ലാൻഡ് അക്വിസിഷൻ എവിടെ കംപ്ലീറ്റ് ചെയ്തു? ഇതെല്ലാം ചോദിക്കാണ്ട് എയിംസ് വന്നില്ല. കൊല്ലത്തില് നഡ്ഡാജി, ഞങ്ങളുടെ അന്നത്തെ നാഷണൽ പ്രസിഡന്റും ഇന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററും വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചതാണ്, കേരളത്തില് എയിംസ് വരുമോ, എവിടെ വരും? അന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരും രാജ്യ സർക്കാർ തീരുമാനിക്കും, ഞങ്ങൾ എയിംസ് കൊണ്ടുവരും, അത് എവിടെ കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും, അത് സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് അന്ന് പറഞ്ഞാണ്. ഇതെല്ലാം മറക്കാം. എന്തിനാണ് നമ്മൾ ഇന്ന് മറക്കുന്നത്? ഈ ഇലക്ഷന് വരുന്ന മുമ്പ് ഇതിനൊരു വിവാദമാക്കി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇറങ്ങുന്ന CPM കോൺഗ്രസ്, നമ്മൾ എന്തിനാണ് അവരെ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, 600 കോടിയുടെ ESI ഹോസ്പിറ്റൽ കൊല്ലം ചെയ്യാൻ തയ്യാറായ സെൻട്രൽ ഗവൺമെന്റ് ആരാണ് ചവിട്ടിവെക്കുന്നത്? 600 crores ഇൻവെസ്റ്റ്മെന്റ്. അത് രാഷ്ട്രീയമല്ലേ? ഈ വിവാദം ചെയ്യുന്ന ഒരു രീതിയിൽ സ്റ്റക്കായാൽ, ഇതാണ്, ജനങ്ങളാണ് ഇതിന്റെ ഇരകൾ, വികസനമാണ് ഇതിന്റെ ഒരു കാഷ്വാലിറ്റി. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്രചരണം ബഡ്ജറ്റിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ ലാസ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ തുടങ്ങിയത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ.
അമൃത് ഭാരത് ട്രെയിൻ ഇവിടെ അമൃത് ഭാരത് സ്റ്റേഷൻ എത്രയോ സ്റ്റേഷൻ മോഡേണൈസ് ചെയ്യുന്നുണ്ട്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് എലക്ഷന്റെ 60 ദിവസം മുമ്പ് എല്ലാം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം എന്നൊരു നിർബന്ധം? അപ്പൊ ഇത് അവരുടെ ഒരു രാഷ്ട്രീയം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമില്ല. അവരിങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വെച്ച് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം. കാരണം 10 കൊല്ലം എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത സർക്കാരിന് ഇന്നൊന്നും പറയാനില്ല. ശബരിമല കൊള്ള, ശബരിമല നടക്കുന്ന അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതിനെങ്ങനെയെങ്കിലും മാറ്റിവെക്കണ്ടേ? അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പിടിക്കുക. നമ്മള് ഇപ്പോൾ കേരള ബഡ്ജറ്റ് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റും നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്ന എന്താണ്? കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന്. ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 6 വരി പാത പോകുന്നുണ്ട്. അത് ആരാ കൊടുത്തത്? 3 ലക്ഷം കോടി. കേരളത്തിന്റെ മുടക്കെത്രയാണ്? വെറും 5500 കോടിയാണ്. 3 ലക്ഷം കോടിയാണ് അതിനു വേണ്ടി കൊടുത്തത്. ഇനിയിപ്പോ ഏറ്റവും അടുത്ത് അങ്കമാലി കുണ്ടന്നൂര്, അതായത് അങ്കമാലി നിയോജക മണ്ഡലം, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, ഇത് ആ ഒരു ബൈപ്പാസ് വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് എറണാകുളം സിറ്റിയുടെ, കൊച്ചിയുടെ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാവോ അത്. 6 വരി പാതയാണത്. അതിനുള്ള 6500 കോടി രൂപ മുഴുവൻ തുകയും, സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ മുഴുവൻ തുകയും അനുവദിച്ചത് കേന്ദ്ര ഗവൺമെന്റാണത്. അതിന്റെ ഒരു ഫോളോ അപ്പ് നടത്താനോ? ഇന്നത് എക്സ്പയറി ആയിപ്പോയി. അത് ഇനി വീണ്ടും റീനോട്ടിഫിക്കേഷൻ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആളുകൾ എല്ലായിടത്തും കുറ്റിനാട്ടി. അത് സമയബന്ധിതമായിട്ട് സ്ഥലം ഏറ്റെടുക്കാനോ സർവേയറെ നിയോഗിക്കാനോ കേരള ഗവൺമെന്റ് സാധിച്ചില്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിച്ചാൽ അത് ഉപയോഗിക്കാനായിട്ട് കേരളത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേന്ദ്രത്തെ കുറ്റം പറയും, മോഡിജിയെ കുറ്റം പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പണിയെടുക്കണം, പണിയെടുത്താൽ മാത്രമേ സാധിക്കൂ. ഇവിടെ നിന്ന് പ്രോജക്റ്റ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ഏത് പ്രോജക്റ്റും കേന്ദ്രത്തിൽ വരട്ടെ, ആ സമയത്ത് കേന്ദ്രം അനുവദിക്കും. ഇത് ഒരു പണിയും ചെയ്യാതെ ഞങ്ങള് കടമെടുത്ത് ഞങ്ങൾ പലിശ കൊടുത്തോളാം, ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം, പെൻഷൻ കൊടുത്തോളാം എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ഗവൺമെന്റിന് നിങ്ങൾ നന്നാകണം, ഞങ്ങൾ പണം വെറുതെ തരാമെന്ന് ആരെങ്കിലും പറയോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ശബരിപാത ഇപ്പോ ഇത്രയും കാലം 25 വർഷമായിട്ടിട്ട് 10 വർഷം പൂർത്തിയാക്കി ഇറങ്ങുന്നതിന് മുമ്പ് പറയാണ് 3800 കോടി രൂപയിൽ പകുതി ഞങ്ങൾ വഹിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഈ ശബരിപാത ഇതുവരെ നടപ്പിലാക്കാതിരുന്നത്? ആരാ അതിന് ഉത്തരവാദി? NDA ആണോ? BJP ഗവൺമെന്റ് ആണോ? മോഡിജി ആണോ? അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഭരിക്കുന്നവര് കേരളത്തിനെ പറ്റി ചിന്തിക്കണം. 1% അവർക്ക് ഈ കേരളത്തോട്, കേരളത്തിലെ ജനങ്ങളോട് കടപ്പാടുണ്ടാവണം. അതില്ലാത്തതാണ് കേരളം നന്നാകാത്തതും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതും. ഏത് പദ്ധതി ആയിക്കോട്ടെ ശാസ്ത്രീയമായിട്ടുണ്ടാക്കണം, അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം. ഈ കേരളത്തിന്റെ വികസനത്തിന് അങ്ങനെ ഏത് നല്ല പദ്ധതികൾ വെച്ച് കഴിഞ്ഞാലും NDA ഭരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതിന് മുൻകൈയെടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡോക്യുമെന്റ്സും അതിന്റെ പ്രാരംഭ കാര്യങ്ങളും ചെയ്യേണ്ട ആളുകൾ ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കടന്ന് ആക്രമിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്ക്, അവിടെ നടക്കുന്ന വികസനം നോക്ക്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു വൈബ്രന്റ് സ്റ്റേറ്റ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. കാരണം എന്താ? അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്, അവർ പദ്ധതികൾ ഉണ്ടാക്കുന്നു, കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നു, അതിനെ ഫോളോ അപ്പ് നടത്തുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ അനുവദിച്ച ഫണ്ട് പോലും ഉപയോഗിക്കാതെ വീണ്ടും ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇതിലെ നമ്മള് ഇതാണ് ഇന്നത്തെ യുവതലമുറ, യൂത്ത് ഇന്ന് ഈ രാജ്യം ആഗ്രഹിക്കും. നമ്മൾ ഇന്ന് ടെക്നോളജി ഇന്ന് നോക്കുക. ഞാൻ ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഡിജിറ്റൽ യുഗം, ഇന്ന് അമേരിക്കയിൽ പോയ കഴിഞ്ഞാലും ഒന്നല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ഇന്നും മുഖ്യമായിട്ട് നടക്കുന്നത് ഇതിലാണ് 99%. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഒരു മീൻ കച്ചവടക്കാരനായിക്കോട്ടെ, ഒരു ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഒരു പെട്ടിക്കടക്കാരനായിക്കോട്ടെ, ആർക്കും നമുക്ക് ഒരു പൈസയും കയ്യിൽ കൊണ്ടേ നടക്കാതെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതിയിൽ ഡിജിറ്റൽ യുഗം നമ്മൾ ഇവിടെ നടപ്പിലാക്കി. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കോർപ്പറേറ്റ് അല്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ? ഒരു വ്യവസായിക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല നിയമമുണ്ടോ? ആർക്കും വരാം. അങ്ങനെയുള്ളവർ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്, ഇന്നത്തെ ലോകത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, ഒരു മൂത്രപ്പുര ഉണ്ടാക്കി, ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ വളരെ ഹൈടെക് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നടപ്പിലാക്കാനായിട്ടുള്ള ആർജവമുള്ള, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ക്ഷേമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനവും നേതൃത്വവുമാണ് വേണ്ടത്. അതാണ് ഞങ്ങൾക്കുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.